മജീദ് ദാദ തിരികെ എത്തിയിരിക്കുന്നു. അതായിരുന്നു ഏവരെയും നടുക്കിയ വാർത്ത. കഴിഞ്ഞ കുറേ കാലമായി തെരുവിൽ നിലനിന്നിരുന്ന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കാറ്റ് എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു. വാർത്ത കേട്ട് ചിന്താധീനനായി നിന്നിരുന്ന ശിവന്റെ അരികിൽ രാമു ചെന്നു. ഇനി സൂക്ഷിക്കണം ശിവ, ദാദ മോശക്കാരനല്ല. ഈ തെരുവിലുള്ളവരെ നമുക്ക് ഒറ്റക്കെട്ടായി നിർത്താൻ കഴിഞ്ഞാൽ വിജയിച്ചു. ശിവന് അതേക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചത്. വൈകിട്ട് ശിവനും രാമുവും ചൈതന്യയും കമലയും ചേർന്ന് ചിന്തിച്ചു നോക്കി. ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. കമലയും സമ്മതിച്ചു. മജീദിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ നാൽവർ സംഘമാണ്. അവരെ ആദ്യം ഒതുക്കണം, പിന്നീട് വേണം മജീദിനെ. എനിക്കൊരു ഐഡിയ തോന്നുന്നു, ചൈതന്യ പറഞ്ഞു. 3 പേരും അവളെ നോക്കി. ഒരു യോഗം സംഘടിപ്പിക്കണം. ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത്തരം ഗുണ്ടായുസങ്ങൾ തുടർന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുമെല്ലാം പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ വിശ്വാസം അവർ അതിനോട് അനുകൂലിക്കുമെന്നാണ്. ആ ഒരാശയം നല്ലതാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ അങ്ങ് തീരുമാനിക്കരുതോ? രാമു തിരക്കി. ശരി. അവസാനം ശിവനും സമ്മതിച്ചു. 2 നിലകളുള്ള ഒരു കൂറ്റൻ കെട്ടിടം, പട്ടണത്തിലേതുപോലെ തന്നെ അത്യന്താധുനികമായി പണി കഴിപ്പിച്ചത്. മുറ്റത്ത് പൂന്തോട്ടവും ഷട്ടിൽ കോട്ടുമൊക്കെയുണ്ട്. മജീദ് ദാദയുടെ ബംഗ്ലാവാണത്. മജീദ് ദാദ ഏതാണ്ട് 6.5 അടി ഉയരവും അതിന് തക്ക വണ്ണവുമുള്ള അതികായൻ. വേശ്യത്തെരുവിലെ ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് അയാൾ നേടിയെടുത്തതാണ് ഈ സ്വത്തൊക്കെ. തെരുവിലെ വേശ്യകൾ ആരോഗ്യം നശിച്ച് പട്ടികളെപ്പോലെ പിടഞ്ഞു മരിക്കുമ്പോൾ പതുപതുത്ത മെത്തയിൽ TV കണ്ടുകൊണ്ട് ചരസും ബ്രൗൺ ഷുഗറും വിഴുങ്ങുകയായിരുന്നു മജീദ് ദാദ. അയാൾ തെരുവിൽ കാൽക്കുത്തിയിട്ട് തന്നെ വർഷങ്ങളായി. വിശ്വസ്തരായ അനുചരന്മാർ തന്നെയാണ് ചുങ്കം പിരിക്കലും അവയുടെ കണക്ക് ദാദയെ അറിയിക്കുകയും മറ്റും ചെയ്യുന്നത്. തിരിച്ചെത്തിയ ദാദയും അനുയായികളും വേശ്യത്തെരുവിൽ വന്ന മാറ്റങ്ങൾ അറിഞ്ഞു. തങ്ങളെ യാതൊന്നും പ്രശ്നമാക്കണ്ടെന്നും പതിവ് പോലെ ഞായറാഴ്ച ദിവസം ചുങ്കം പിരിക്കണമെന്നും ദാദ അനുയായികൾക്ക് നിർദ്ദേശം കൊടുത്തു. കൂടാതെ മറ്റൊന്ന് തെരുവിൽ പുതുതായി എത്തിയ സുന്ദരി പെണ്ണിനെ തൻ്റെ കിടക്കറയിലെത്തിക്കാൻ അവളുടെ ഭർത്താവിനോട് പറയാനും. ഒരു ദിവസം വൈകിട്ട് ശിവൻ വണ്ടി കൊടുക്കാൻ ഭാവിക്കുമ്പോൾ 4 സംഘത്തിൻ്റെ ജീപ്പ് ശിവൻ്റെ അരികിൽ വന്നു നിന്നു. അവൻ സംശയത്തോടെ അവരെ നോക്കി. എടാ, മജീദ് ദാദ തിരികെ എത്തിയിരിക്കുന്നു. നാളെ വൈകിട്ട് നിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിൻ്റെ കിടക്കറയിൽ എത്തിച്ചേക്കണം. ജീപ്പ് അകന്നുപോയി. ശിവൻ തറയിൽ തറഞ്ഞതുമാതിരി അവിടെ നിന്നു. നാളെ ഞായർ. എന്താണ് അവന്മ പറഞ്ഞത്? രാമു ഓടിയെത്തി. ശിവൻ കാര്യം പറഞ്ഞു. എങ്കിൽ ഇന്ന് തന്നെ ആൾക്കാരെ വിളിച്ചു കൂട്ടണം. നാളത്തെ ചുങ്കം പിരിക്കൽ തടയണം. അവിടെ മുതലാകട്ടെ തുടക്കം. ഇനി സമയമില്ല. ശരി. ശിവൻ വേഗം വണ്ടി കൊടുക്കാൻ പോയി. തെരുവ് നിവാസികളിൽ ഭൂരിഭാഗവും അവിടെ കൂടി. ശാരദയും വിജയരാജനും ഭാര്യയും ഒന്നും അവിടെ എത്തിയിട്ടില്ലെന്ന് ശിവൻ മനസ്സിലാക്കി. കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ റോഡിൽ കുത്തിയിരുന്നു. ഉദ്ദേശം 1000ഓളം ആൾക്കാർ കാണുമായിരുന്നു അത്. ശിവൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. സ്നേഹമുള്ള ചേട്ടന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ ഒരു നെല്ലിയില വീണാൽ കേൾക്കാവുന്ന ശാന്തത. ഒരു പക്ഷേ ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം. ഒന്ന് നിർത്തി എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് അവൻ തുടർന്നു. വരുത്തനായ ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ തുറന്നു പറയണം. എല്ലാം നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ്. ശിവൻ ഞങ്ങളുടെ നേതാവാണ് ശിവൻ, ആൾക്കാർ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. അവൻ കൈ ഉയർത്തിയപ്പോൾ അവർ വീണ്ടും ശാന്തരായി. ഇന്നും നമ്മെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടുത്തെ ഈ ദാദ ഭരണവും ഗുണ്ടായുസവും. ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ട കാലം എന്നേ കടന്നുപോയിരിക്കുന്നു. ഈ കൊച്ചു ഗ്രാമത്തിൽ ഇവിടെയല്ലാതെ മറ്റൊരിടത്തും ഇത്തരം ഒരു പ്രവണത തുടരുന്നതേയില്ല. നിങ്ങളുടെ വോട്ടിന് മാത്രമേ വിലയുള്ളൂ, നിങ്ങൾക്കില്ല. നിങ്ങളെക്കൊണ്ട് തടിച്ചു കൊഴുക്കുന്ന തിമിംഗലങ്ങളാണ് ഇവിടെയുള്ളത്. അവർക്കെതിരെ നാം ഒറ്റക്കെട്ടായി പൊരുതണം. ഞങ്ങൾ തയ്യാറാണ്, അവർ വിളിച്ചു പറഞ്ഞു. വർഷങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അടിമത്തത്തിൽ നിന്ന് മോചനം നേടുവാൻ അവർ കൊതിക്കുന്നുണ്ടാവും. തങ്ങളെ ഉണർത്തുവാൻ ആളില്ലാതിരുന്നുകൊണ്ടാവാം അവർ ഇത്രയും സഹിച്ചത്. ഞങ്ങൾ എന്തു വേണമെന്ന് പറയൂ, ഒരേ ശബ്ദത്തിൽ അവർ തിരക്കി. പറയാം, ശാന്തരാകൂ. ശിവൻ പറഞ്ഞപ്പോൾ അവർ അടങ്ങി. ഏതു മാർഗത്തിലൂടെയും ആകട്ടെ, പണമുണ്ടാക്കാൻ നിങ്ങൾ, അതനുഭവിക്കാൻ മറ്റൊരു കൂട്ടർ. ഇനി അത് വേണ്ട. അതുകൊണ്ട് നാളെ ചുങ്കം പിരിക്കാൻ മജീദ് ദാദയുടെ ആൾക്കാർ വന്നാൽ ആരും 1 രൂപ പോലും കൊടുക്കരുത്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആൾക്കാർ കൈയടിച്ചു. ശിവണ്ണൻ നേതാവ്, അവർ ആർത്തു വിളിച്ചു. ശിവന് ശേഷം രാമുവാണ് അവരോട് സംസാരിച്ചത്. ഇത്രയും കാലം ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് ദ്രോഹിച്ചു. ഇനി ഞാനും നിങ്ങളോടൊപ്പമുണ്ട്, അനീതിക്കെതിരെ പൊരുതുവാൻ. ജനങ്ങൾക്ക് ആവേശം വർദ്ധിക്കാൻ അത്രയും മാത്രം മതിയായിരുന്നു. പിന്നീട് കമലയും അവരോട് പറഞ്ഞു. വേശ്യാത്തെരുവെന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന ഈ തെരുവിൻ്റെ പേര് നമ്മൾക്ക് മാറ്റണം. വേശ്യാവൃത്തി പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അത് മാത്രം ചെയ്തു. എന്തിന്? ഇവിടുത്തെ വെള്ളാനകൾക്ക് ഓശാന പാടുവാൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ അവരെ ഭയന്ന് അനുസരിക്കുകയായിരുന്നു. ഇനി അത് വേണ്ട. വേശ്യാവൃത്തി കൂടാതെ നമുക്ക് പണമുണ്ടാക്കണം. അതിന് പല പദ്ധതികളും നമുക്ക് വഴിയെ നടപ്പാക്കാം. മാന്യമായി ജീവിക്കാൻ പറ്റിയ തൊഴിലുകൾ നമുക്ക് ചെയ്യാം. സ്ത്രീകളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. എങ്ങും ആഹ്ലാദത്തിൽ കുതിർന്ന ശബ്ദങ്ങൾ. അഥവാ നാം അറിയാതെ ആരെങ്കിലും ഈ തൊഴിൽ വീണ്ടും സ്വീകരിച്ചുവെന്നറിഞ്ഞാൽ
അവരെ നമുക്ക് ഒന്നു ചേർന്ന് എതിർക്കണം. സ്ത്രീകൾ എന്തിനും തയ്യാറായിരുന്നു. ഇന്നലെ വേശ്യത്തെരുവിൽ വന്നു പോയവർ ഇന്നും വന്നേക്കാം. ഇന്നലെ ഇവിടെ കണ്ട സ്ത്രീകളല്ല ഇന്ന് നമ്മൾ. ഞങ്ങൾക്ക് മനസ്സിലായി, അവർ ആഹ്ലാദത്തോടെ പറഞ്ഞു. ശിവന് സംതൃപ്തി. അവൻ ചൈതന്യയെയും രാമുവിനെയും നോക്കി ചിരിച്ചു.